പല പേരൻസും കൗൺസിലിങ്ങിന് വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആം ഐ ഡൂയിങ് ഇനഫ് ഫോർ മൈ ചിൽഡ്രൻ എന്നുള്ളത്. എപ്പോഴും നമുക്ക് ആ ഒരു ഡൗട്ട് വരുമല്ലേ, നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ശരിയായി എത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ ഈ വരുന്ന 2025 ആ ഒരു ഡൗട്ട് ഇല്ലാതെ തന്നെ നമ്മുടെ എല്ലാ തിരക്കിനും ഇടയിൽ നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് എത്തിക്കേണ്ടത്, അവരുടെ ഒരു മെന്റൽ വെൽബീയിങ് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് ശരിയായി അവർക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ മെന്റൽ വെൽബീയിങ്ങിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ്. ഞാൻ മറിയം, ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. അതിനോടൊപ്പം ഞാൻ 4 കുട്ടികളുടെ ഹോം സ്കൂൾ ചെയ്യുന്ന ഒരു മദറാണ്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറേ പേരന്റിങ് ടിപ്സും പേരന്റിങ് അറൗണ്ടുള്ള ഡിസ്കഷൻസും ആണ് ഈ ചാനലിൽ കാണുന്നത്. സമയം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കുറവുള്ള ഒരു കാര്യമാണ്. ഞാനൊരു വർക്കിംഗ് പേരന്റ് ആണ്. അപ്പൊ എനിക്കറിയാം എത്രത്തോളം കുറവാണ് നമുക്ക് മക്കളുമായി സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്നുള്ളത്. ഇനി വീട്ടിലിരിക്കുന്ന ഒരു ഹോം മേക്കർ ആണെങ്കിലും എനിക്ക് 2 ഫേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഹോം മേക്കർ ആയിരുന്ന ഒരു ഫേസും ഉണ്ട്, ഇപ്പൊ ഒരു വർക്കിംഗ് വുമണുമാണ്. അപ്പൊ 2 ഏരിയയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ആസ് എ ഹോം മേക്കർ എനിക്ക് 24/7 എന്റെ കുട്ടികൾക്ക് അവൈലബിൾ ആവാൻ പറ്റിയിട്ടില്ല. നമ്മൾ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ 24/7 നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഫൈനലി വേണ്ടുന്നത് നമുക്ക് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ 24 മണിക്കൂറും നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നില്ല, പക്ഷേ നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്ക് ഉണ്ടാവുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എൻഷുർ ചെയ്യേണ്ട കാര്യം റിയലി നമ്മുടെ ഒരു സ്നേഹം, നമ്മുടെ ഒരു പ്രസൻസ് അത് അവർക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ചെക്ക് പോയിന്റ്. പണ്ടത്തെ ഒരു തലമുറ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും പറയും, നമ്മൾ അങ്ങനെ അങ്ങോട്ട് സ്നേഹം കുട്ടികളോട് കാണിച്ചു കഴിഞ്ഞാല് അവരങ്ങ് വഷളായി പോകും, നമ്മൾ അത്രയും സ്നേഹമൊന്നും കാണിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല എന്നൊക്കെ. ഒരു ദിവസം കൗൺസിലിംഗിൽ ഒരു ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സെഷൻ ആയിരുന്നു. അപ്പൊ അതിന് ഹസ്ബൻഡ് വൈഫിന്റെ പരാതിയായിട്ട് പറഞ്ഞതാണ്, ഇവൾ എന്നെ പറഞ്ഞൊന്നും എന്നെ ഇവൾ എന്നെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല കുട്ടികളോട് എന്ന്. അതായത് വാട്ട് ഹീസ് എക്സ്പെക്ടിങ് ഇസ് എന്താ, അച്ഛൻ ഇപ്പൊ വരും, അച്ഛൻ വന്നു കഴിഞ്ഞാൽ നിനക്കെല്ലാം അടിയിട്ടുട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ വൈഫ് അത് ചെയ്യുന്നില്ല. വൈഫിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ ഫാദറിനെ അങ്ങനെ ഒരു പേടിയോടെ അല്ല കാണേണ്ടത്, മറിച്ച് നല്ല എന്താ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ഫാദറിനെ കാണുമ്പോൾ കുട്ടിക്ക് മനസ്സിലേക്ക് വരേണ്ട ഒരു സന്തോഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ പണ്ടത്തെ ഒരു തലമുറ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ആൾക്കാരും നമ്മളെ പേടിച്ച് കുട്ടികൾ വളരണം എന്നുള്ള ഒരു ആംഗിളായിരുന്നു. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ പേടി ഉണ്ടെങ്കിലേ അവർക്ക് അനുസരണയുള്ളൂ എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷെ ഈ പേടിയും അനുസരണയും രണ്ടും രണ്ടാണ്. നമ്മളെ പേടിച്ചനുസരിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്നൊരു ഫിഗർ അവിടെ ഇല്ലാത്തപ്പോൾ ദേ ക്യാൻ ഡു എനിത്തിങ് ദേ വോണ്ട്. ഇപ്പൊ നമ്മളെ ഹൈഡ് ചെയ്ത് അവർ പല കാര്യങ്ങളും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ പേടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാതിരിക്കുമ്പോൾ എത്രത്തോളം നന്നായി നമ്മളെ പറ്റിച്ചത് ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് കുട്ടികൾ എക്സലന്റ് ആവുക. ഒരിക്കലും ആ കാര്യം ചെയ്യരുത്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നവർ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുമോ അതിൽ നിന്ന് മാറി നിൽക്കാനോ അല്ല അവർ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്നേഹം കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്, നമ്മളുമായി പോസിറ്റീവ്ലി കുട്ടികൾ അറ്റാച്ച്ഡ് ആവുക എന്നുള്ളത് അവരുടെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. അപ്പൊ അതിനായി നമ്മുടെ ഒരു പ്രസൻസ്, ഫിസിക്കൽ പ്രസൻസ് ആൻഡ് എക്സ്പ്രസിങ് ഓഫ് ലവ് അവർക്ക് വേണം. അപ്പൊ എപ്പോഴാണ് നമ്മൾ വീട്ടിലുള്ള സമയത്ത് എല്ലാം നമ്മുടെ തിരക്കിനും ഇടയിൽ മക്കൾക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം, നമ്മുടെ സ്നേഹം കാണിക്കാനും എത്രത്തോളം നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാനും. ഒരിക്കലും അതുകൊണ്ട് കുട്ടികൾ വഷളായി പോവില്ല, അവർക്കൊരു ഇന്റേണൽ സെക്യൂരിറ്റിയാണ് വരിക നമ്മൾ അങ്ങനെ സ്നേഹം അവരോട് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ. ചിലപ്പോൾ ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, നമുക്ക് ചിലപ്പോൾ ഒരാളോട് മാത്രമായിട്ടൊരു സമയം കിട്ടുന്നുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ തിരക്കായിരിക്കും, എല്ലാ കുട്ടികളുടെ കാര്യവും നോക്കി വരുമ്പോഴേക്കും ഒരു സമയമാവും. പക്ഷെ അങ്ങനെയുള്ളൊരു ലൈഫിനിടയിലും നമ്മൾ ഓരോ മക്കളുമായി 1-on-1 കണക്ട് ചെയ്യാനായി നമ്മളൊരു സമയം മാറ്റിവെക്കുക തന്നെ വേണം. കാര്യം എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല മറ്റൊരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുമായിട്ട് ഒറ്റയ്ക്കൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോടായിരിക്കും നമുക്ക് കൂടുതലൊരു അറ്റാച്ച്മെന്റ് അല്ലേ. ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ തന്നെ നമ്മളോട് എത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആളെ കിട്ടുന്നില്ല ഒന്ന് സംസാരിക്കാനോ ഒന്ന് തമാശ പറയാനോ, നമുക്കായിട്ട് മാത്രം ഒരു സമയം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഒരു വോയിഡ് ഫീൽ ആയിരിക്കും മനസ്സിലല്ലേ. അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു ഇൻഡിവിജ്വലി കണക്ട് ചെയ്യുന്ന ഒരു സമയം, വേറെ ആരും ഇല്ലാതെ നമ്മളും ആ ഒരു കുട്ടിയെ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരിക്കണം. അത് കുട്ടികളെ നമ്മളും പേരൻസുമായി ഒരു പോസിറ്റീവ് അറ്റാച്ച്മെന്റ് ആണ് അവരുടെ കുട്ടികളിൽ കൊണ്ടുവരുന്നത്. അപ്പൊ വീട്ടിലെത്തുമ്പോൾ പ്രത്യേകിച്ചും ഓൺടർപ്രണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിയാലും നമുക്ക് പണിയാണ്. പല ജോലി ചെയ്യുന്നവർക്കും പലർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യും. നമുക്ക് വീട്ടിലെത്തിയാലും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഫ്രം അവർ വർക്ക് എന്നൊരു സ്പേസ് ഉണ്ടാവില്ല. പക്ഷെ അവിടെയും നമ്മൾ നമ്മുടെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് ഒരു സ്പേസ്
ഒരു സമയം നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. എല്ലാ ദിവസവും എല്ലാ മക്കൾക്കും വേണ്ടി ഇൻഡിവിജ്വൽ ടൈം എന്ന് ഞാൻ പറയില്ല. അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. 4 കുട്ടികൾ എനിക്കുള്ളത് തന്നെ എനിക്കതറിയാം. പക്ഷെ എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ ഓരോരുത്തരുമായി കണക്ട് ചെയ്യാതെ പോകരുത്. ഈ 2025 നമുക്കതൊരു ഗോളായിട്ട് കണ്ട് ഒരു സമയം, അതൊരു 5 മിനിറ്റ് ആവാം, 10 മിനിറ്റ് ആവാം, ഇറ്റ് ഡസന്റ് മാറ്റർ. നമുക്ക് ഉപദേശങ്ങളൊന്നും ഇല്ലാതെ അവരെ കേൾക്കാനും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് മേൽ കൂടുതൽ സംസാരിക്കാനും അതിലൊരു ഇൻട്രസ്റ്റോട് കൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു കോൺവെർസേഷൻ ആവാം ആ സമയത്ത്. പക്ഷെ ദയവേത് ഉപദേശം നമ്മുടെ പരാതികൾ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്തൊന്ന് മാറ്റി വെക്കാം. അപ്പൊ അതാണ് ഒന്നാമത്തത്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അവൈലബിൾ ആവുക എന്നുള്ളത്, നമ്മുടെ ഒരു സ്നേഹം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത്. നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ശരിയായ രീതിയിലല്ലെങ്കിൽ ആ ഒരു റിലേഷൻ, നമ്മളും കുട്ടികളുമായിട്ടുള്ള റിലേഷൻ ആകെ തളം തെറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോൾ ടീനേജ് ഇയേഴ്സിൽ, നമ്മളൊക്കെ ടീനേജ് ആയിരുന്നപ്പോൾ നമുക്ക് ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിന് മനസ്സിലാകുന്നില്ല എന്ന് തോന്നലാണ്. ഇപ്പൊ പലരും കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരു ടീനേജ് കുട്ടി ഉണ്ടെങ്കിൽ പറയുന്ന മെയിൻ കാര്യം ഇതാണ്. എപ്പോഴും പറയും യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ എന്നാണ് കുട്ടികൾ പറയുക എന്നുള്ളത്. നമുക്ക് തോന്നും നമുക്കത് എക്സാക്ട്ലി മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കുട്ടികൾ തോന്നുമില്ല ഇത് എന്റെ പേരന്റിന് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ്, അതായത് എന്നെ മനസ്സിലാകുന്നുണ്ട് എന്റെ പേരന്റിന് എന്ന് മക്കൾക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഇമോഷൻസ് റൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. അവരുടെ സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, അവർക്കുള്ള പേടി, ഇതെല്ലാം നമ്മൾ ഉപദേശിക്കാൻ ഒരു ചാൻസ് ആയിട്ട് എടുക്കാതെ അവരുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് എത്രത്തോളം നമ്മൾ അവരെ അക്നോളജ് ചെയ്യുന്നു അത്രത്തോളം ദേ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു അസ്. പലപ്പോഴും നമുക്ക് കുട്ടികളുടെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമ്മളെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഇമാജിൻ ചെയ്ത് മേ ബി നമ്മളും പാർട്ട്ണറുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമുക്കത് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പല ഇമോഷൻസ് ഗോ ത്രൂ ചെയ്യുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എന്റെ കുട്ടിയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണെന്ന് വെക്കാം. അപ്പൊ ഹസ്ബൻഡ് കയറി വരുമ്പോൾ കാണുന്നത് ഞാൻ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നേരെ വന്ന് എന്നോട് പറയാണ്, നീ ഷൗട്ട് ചെയ്യാൻ പാടില്ല, കുട്ടികളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാല് എന്റെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തന്നെ അറിയുന്ന കാര്യമായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ വേണം എന്ന് വിചാരിച്ചല്ല ചെയ്യുന്നത്. അപ്പൊ ദർ ഇസ് സം അതർ റീസൺ ബിഹൈൻഡ് വാട്ട് ഐ എം ഡൂയിങ് അല്ലേ. അപ്പൊ കുട്ടികളുടെ പല ബിഹേവിയേഴ്സും അങ്ങനെയാണ്. നമ്മൾ കുട്ടികളുടെ ബിഹേവിയറിൽ ഫോക്കസ് ചെയ്ത് അവരെ അവിടെ കറക്റ്റ് ചെയ്യുക, ഉപദേശിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യാനുള്ളത്. മറിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിച്ച ഇമോഷൻ എന്താണ് എന്ന് നോക്കി അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടത്, അതിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടത്. അതായത് ചിലപ്പോൾ എൻ്റെ വർക്കിലെ സ്ട്രെസ് കാരണമായിരിക്കാം ഞാൻ വന്ന്, ഇപ്പൊ ഭയങ്കര തിരക്കുള്ളൊരു ഡേ ആയിരുന്നു ഓഫീസിൽ, അവിടുത്തെ സ്ട്രെസ് ഞാൻ നേരെ വന്ന് വീട്ടിൽ വന്ന് കുട്ടികളോട് കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്യുന്ന ബിഹേവിയറിനെ പറ്റി ഒന്നും പറയാതെ തന്നെ ഇപ്പൊ ഹസ്ബൻഡ് ഞാനുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് എന്നോട് സംസാരിക്കുകയാണ്, ഇന്ന് എന്ത് പറ്റി, നീ പൊതുവെ ഇങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, വർക്ക് ലോഡ് കൂടുതലായിരുന്നോ, ഇന്ന് ആകെ ടെൻഷൻ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ എന്റെ ഇമോഷൻസിനെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചാൽ ഐ ഫീൽ ബെറ്റർ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മക്കളുടെ കാര്യവും അവരുടെ ബിഹേവിയറിലുപരി അവരുടെ ഫീലിങ്സിനെ കണക്ട് ചെയ്ത് അവരുടെ ഇമോഷൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ അവർക്ക് ഇമോഷണലി അവൈലബിൾ ആകണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുമായിട്ട് നമ്മുടെ പാർട്ട്ണറിനെ ഇമാജിൻ ചെയ്യുക, ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്, ഈസ് ഫിസിക്കലി അവൈലബിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇമോഷൻസിനെ റൈറ്റ് ആയിട്ട് എക്നോളജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത്, അടുത്ത് നമുക്ക് വേണ്ടത്, നമ്മളിൽ നിന്നൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അദ്ദേഹം ടോളറേറ്റ് ചെയ്യുന്നത് എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്താലും എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അതൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആണ് സിമിലർ നോട്ട് നമ്മൾ മക്കളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് വേണം, അവരുടെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എക്നോളജ് ചെയ്യണം. ആൻഡ് തേർഡ്, അവർക്ക് പോകുന്ന ആ ഒരു കറക്ഷൻ നമ്മളിൽ നിന്ന് വരുന്നത് ശരിയായ രീതിയിലാകണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും നമ്മുടെ മക്കളെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അവരിൽ നിന്ന് ചെറിയ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ തെറ്റുകളായിട്ട് തോന്നും. എന്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കാം ചിലപ്പോൾ നമുക്ക് വരിക. പലപ്പോഴും കുട്ടികളുടെ മിസ്റ്റേക്ക് നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിട്ടാണ് കാണാം, നമ്മുടെ ഒരു ഫെയിലിയർ ആയിട്ടാണ് കാണാം. അങ്ങനെയല്ല, അവരൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ്. അവരെ ഗൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്, ഓഫ് കോഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയുടെ പാർട്ടായിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? ചീത്ത വിളിച്ചോ അടിച്ചോ ഒക്കെ നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ ഇല്ല, അവിടെ നമുക്കൊരു ഇന്റേണൽ സാറ്റിസ്ഫാക്ഷൻ, ഞാൻ കറക്റ്റ് ചെയ്തു എന്നുള്ളൊരു ഇന്റേണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും വരിക. പക്ഷെ ശരിക്കും നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് കുട്ടി ആ തെറ്റ് മനസ്സിലാക്കി അതിലൊരു ചേഞ്ച് കൊണ്ടുവരിക, അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നതാണെങ്കിൽ ഈ രീതിയിലുള്ള പണിഷ്മെന്റ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല.
അപ്പോൾ മൂന്നാമതായി നമ്മുടെ ചെക്ക് പോയിന്റ് ശരിയായ രീതിയിലാണോ നമ്മുടെ കറക്ഷൻ ടെക്നിക്സ് നമ്മളിൽ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. അവിടെ ഷൗട്ടിങ്ങും പണിഷ്മെന്റും ഒന്നും അല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനും മക്കളെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ ഈ 3 ചെക്ക് പോയിന്റ്സും, അതായത് നമ്മൾ ഫിസിക്കലി അവൈലബിൾ ആകുക, അവരുമായുള്ള സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, 2 അവരുടെ ഇമോഷൻസ് റൈറ്റ് ആയിട്ട് നമ്മൾ അക്നോളജ് ചെയ്യുക, 3 നമ്മളിൽ നിന്ന് പോകുന്ന കറക്ഷൻസ് ശരിയായ രീതിയിലാവുക. അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ് നമ്മൾ ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ആസ് പേരൻസ് നമ്മൾ മക്കളുടെ ഒരു മെന്റൽ വെൽബീയിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഈ ചെക്ക് പോയിന്റ്സിൽ ഏതിലെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇപ്പൊ എല്ലാ കാര്യവും നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുക. ഇപ്പൊ പേരന്റിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടോട്ടേ ആൾക്കാർ പേരന്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ അവർ ചെയ്തു വരുന്നത് അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് തലമുറകൾ കണ്ടിന്യൂ ചെയ്ത് മാറി മാറി വരുന്നത് അല്ലെ. ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് എത്തുന്ന മെജോറിറ്റി പേരൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് പേരന്റിങ് അറൗണ്ട് ആയിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാമായിട്ട് തന്നെ പല സിറ്റുവേഷൻസും തരണം ചെയ്ത് പോകാൻ പറ്റും. പലപ്പോഴും ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുമ്പോഴാണ് നമ്മളെ വഴക്കും അടിയും ഒക്കെ ആയിട്ട് മാറുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മോചനം ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ 2025 ഈ 3 പോയിന്റ്സ് നിങ്ങൾ ഒരു ചെക്ക് പോയിന്റ്സ് ആയിട്ട് കീപ്പ് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താഴെ കമന്റ് ചെയ്യാം.